ജയിൽ വകുപ്പിലെ അഴിമതി കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ DIG വിനോദ് കുമാർ എന്ന് നിസ്സംശയം അറിയാവുന്നവർ പറയും. വിനോദ് കുമാർ വിചാരിക്കണം, ജയിലിൽ ഒരു തടവ് പുള്ളിക്ക് പരോൾ കിട്ടണമെങ്കിൽ പാർട്ടിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും P ശശിയുടെയും ആശ്രിത വത്സനാണ് ഇദ്ദേഹം ജയിൽ വകുപ്പിലെ സൂപ്പർ DGP ആണ് എന്നും ഇദ്ദേഹം ജയിൽ വകുപ്പിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്നും കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഞാൻ മുൻപും കൊടുത്തിട്ടുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ പെൻഡിംഗ് ആണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പ്രമോഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നത്. നമസ്കാരം. ജയിൽ DIG വിനോദ് കുമാർ TP വധക്കേസിലെ മുഖ്യ പ്രതിയായ കൊടിസുനിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നും ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വിജിലൻസ് ഈ ഒരു സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ജയിലിലുള്ള 8 പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും ഉൾപ്പെടെ ഇയാൾ കൈക്കൂലി, ഈ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. എന്തായാലും വിജിലൻസ് ഈ ഒരു സംഭവത്തിൽ കേസ് എടുത്തിരിക്കുന്നു. അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് DIG വിനോദ് കുമാർ സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അഴിമതികൾ മുൻപും നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത് ജയിൽ വകുപ്പിന് ഉള്ളിൽ തന്നെ അദ്ദേഹം അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഈ ഒരു സംഭവത്തിൽ പരാതി നൽകിയ പൊതുപ്രവർത്തകനായ ശ്രീ പായിച്ചിറ നവാസ് ഇപ്പോൾ മറുനാടനോട് നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വളരെ കൗതുകത്തോടു കൂടിയാണ്, വളരെ ആശ്ചര്യത്തോടു കൂടിയല്ല, വളരെ കൗതുകത്തോടു കൂടിയാണ് ഒരു പൊതുപ്രവർത്തകനായ ഞാൻ ഇത് കാണുന്നത്. കാരണം ഇദ്ദേഹം ജയിൽ വകുപ്പിലെ സൂപ്പർ DGP ആണ് എന്നും ഇദ്ദേഹം ജയിൽ വകുപ്പിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്നും കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഞാൻ മുൻപും കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 3 മാസം മുന്നേയും 6 മാസം മുന്നേയും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ പരാതി ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം ജയിൽ വകുപ്പിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. പിന്നെ ഈ കാര്യം ഇപ്പോൾ ഇതെങ്ങനെയാണ് പുറത്തു വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. DIG ആയ ഇദ്ദേഹം സ്ഥാനക്കയറ്റത്തിനു വേണ്ടി 9 മാസം മുന്നേ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പ്രമോഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്തും അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ പെൻഡിംഗ് ആണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഒരു പ്രമോഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നത്. ഈ അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ നിരവധി ഊമക്കത്തുകൾ കിട്ടുന്നത്. ഈ ഊമക്കത്തിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ISI മുദ്രയുള്ള ഇതിൻ്റെയൊക്കെ സൃഷ്ടാവെന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. കാരണം ജയിൽ ഉദ്യോഗസ്ഥന്മാരെ പല ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, മാനസികമായി പീഡിപ്പിച്ച്, ഔദ്യോഗികമായി പീഡിപ്പിച്ച്, അവരുടെ പ്രമോഷൻ ക്യാൻസലാക്കി, അവർക്ക് മെമ്മോ കാർഡ് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടിമയാക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹം കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്നത്. ഇദ്ദേഹം DIG എന്നല്ല അറിയപ്പെടുന്നത്, ഇദ്ദേഹം അറിയപ്പെടുന്നത് സൂപ്പർ DGP എന്നാണ്. അതായത് DGP ബൽറാം കുമാർ ഉപാധ്യായ ഒപ്പിടേണ്ട പല ഫയലുകളും ഒപ്പിടുന്നതും ആദ്യം കാണുന്നതും ആദ്യമായി കണ്ട് മനസ്സിലാക്കുന്നതും അത് കണ്ടിട്ട് DGPയുടെ കയ്യിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടതും എല്ലാം ഇദ്ദേഹമാണ്. ഇദ്ദേഹം പല ഓഫീസർമാരുടെയും പ്രമോഷൻ തടഞ്ഞിട്ടുണ്ട്. പല ഓഫീസർമാർക്കെതിരെയും ഇദ്ദേഹം പരാതികൾ മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്. പല പരാതികളുടെ അടിസ്ഥാനത്തിൽ, ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പല ഉദ്യോഗസ്ഥന്മാരുടെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പ്രമോഷൻ ക്യാൻസലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് പല ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവരെ മാനസികമായും ഔദ്യോഗികമായുമൊക്കെ അവരെ ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജയിൽ വകുപ്പിൽ ഓരോ ഉദ്യോഗസ്ഥൻ പ്രമോഷനായി സ്ഥാനക്കയറ്റം കിട്ടി, അല്ലെങ്കിൽ അത് നമ്മൾ റിട്ടയർഡായി പോകുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഫോട്ടോ ജയിൽ വകുപ്പിൽ പതിക്കും. അത് എല്ലാ വകുപ്പിലുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം, ഇദ്ദേഹത്തിൻ്റെ വാശി കാരണം ജയിൽ വകുപ്പിൽ നിന്നും റിട്ടയർഡായ ഒന്നിലധികം ഉദ്യോഗസ്ഥന്മാരുടെ ഫോട്ടോ
7, 8, 9 മാസമായി ഇതുവരെ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിനെ എതിർപ്പ് നിൽക്കുന്നതും അതിനെ എതിർക്കുന്നതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഈ അഴിമതി എന്ന് പറയുന്നത്, ജയിൽ വകുപ്പിലെ അഴിമതി കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ DIG വിനോദ് കുമാർ എന്ന് നിസ്സംശയം അറിയാവുന്നവർ പറയും. ഇത് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധുക്കൾ. ഇതിപ്പോൾ നമ്മൾ തടവുകാരൻ്റെ ബന്ധുവെന്ന് കൈക്കൂലി വാങ്ങിച്ചതല്ലേ പറയുന്നത്. ആ റിപ്പോർട്ടിൽ, വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ എൻ്റെ ഈ പരാതിയെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ഈ പരാതികളുടെ എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഈ പരാതി എന്ന് വെച്ചാൽ ജയിൽ വകുപ്പിലെ ഓഡിറ്റ്, ജയിലിൽ 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ്, ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ തീർപ്പാക്കുവാൻ വിനോദിന് അധികാരമില്ല. ഈ DIG ആയിരിക്കുന്ന വിനോദിന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് തീർക്കാൻ അധികാരമില്ല. സാമ്പത്തിക തിരിമറികളില്ലാത്ത, സാമ്പത്തിക നഷ്ടമില്ലാത്ത, സർക്കാരിന് നഷ്ടമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് തീർപ്പാക്കാം. പക്ഷേ ഇത് സർക്കാരിന് നഷ്ടമുണ്ടായ കാര്യങ്ങൾ DGPയെ, ബൽറാം കുമാർ ഉപാധ്യായെ പോലും കാണിക്കാതെ അദ്ദേഹം അത് നഷ്ടം നമുക്ക് കണക്കാക്കി തിരുത്തി നഷ്ടം നമുക്കില്ല എന്ന് വരുത്തി തീർത്തു അദ്ദേഹം. അത് സർക്കാർ കൊടുത്ത റിപ്പോർട്ട് ലോകായുക്തയിൽ ഞാൻ പരാതി കൊടുക്കുകയും വിജിലൻസിൽ പരാതി കൊടുക്കുകയും ലോകായുക്തയിൽ പരാതി കൊടുത്തു. ലോകായുക്തയിൽ പരാതി കൊടുത്തേക്കുന്നതിൽ സർക്കാർ മറുപടി കൊടുത്തേക്കുന്നത് എന്താണ്? സർക്കാരിൻ്റെ നിരവധി ഉത്തരവുകളുടെയും സർക്കുലറിൻ്റെയും ലംഘനമാണ് ഈ വിനോദ് കുമാർ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് തിരുത്തുവാൻ വിനോദ് കുമാറിന് അധികാരമില്ല. സർക്കാരിൻ്റെ റിപ്പോർട്ടാണ്. ഇതാര് കൊടുത്തേക്കുന്നതാണ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ലോകായുക്തയിൽ കൊടുത്തതാണ്. അപ്പോൾ അത്രയും അതിഗൗരവമായ കുറ്റകൃത്യം. ഇതിപ്പോൾ 9 മാസം മുമ്പ് ഇദ്ദേഹം പ്രമോഷന് വേണ്ടി ഒരു ലെറ്റർ കൊടുത്തപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളായ, അതായത് നമ്മൾ പ്രമോഷൻ ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യമാണോ? നമുക്കൊരു പ്രമോഷൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രമോഷൻ എന്ന് പറയുന്നത് എനിക്ക് പ്രമോഷൻ തരണം, ഞാൻ സർക്കാരിൻ്റെ സ്വന്തം ആളാണ് എന്ന് അപേക്ഷ കൊടുത്തിട്ടാണോ ആർക്കെങ്കിലും പ്രമോഷൻ കൊടുക്കുന്നത്? അല്ല. അപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു സർക്കാരിന്, എനിക്ക് പ്രമോഷൻ വേണം, എന്നെ പരിഗണിക്കണം. അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ആണ് ഇദ്ദേഹത്തിനേക്കാൾ സീനിയാരിറ്റിയുള്ള ജയിൽ വകുപ്പിൽ മികച്ച ഉദ്യോഗസ്ഥന്മാരെന്ന് പൊതുജനങ്ങളും സർക്കാരും പറയുന്ന ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിൻ്റെ ഈ ഓവർടേക്കിംഗ് കൊണ്ട് പലരും അസ്ഥിരമായിരിക്കുകയാണ്. പലരുടെ പേരൊന്നും പുറത്തു കേൾക്കാനില്ല. ഇപ്പം ജയിലിൻ്റെ DGP ബൽറാം കുമാർ ഉപാധ്യായയുടെ പേര് പോലും പുറത്താരും കേൾക്കുന്നില്ല. ആരാണ് മേധാവി എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് DIG വിനോദാണ്. വിനോദ് കുമാർ വിചാരിക്കണം, ജയിലിൽ ഒരു തടവ് പുള്ളിക്ക് പരോൾ കിട്ടണമെങ്കിൽ, ഒരു തടവ് പുള്ളിക്ക് സുഖലോലുപതയായിട്ട് പുറത്ത് ജീവിക്കുന്നത് പോലെ അകത്ത് ജീവിക്കണമെങ്കിൽ വിനോദ് കുമാർ കനിയണം. ഒരു വ്യക്തിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമോ കൊണ്ടുപോകണ്ടയോ, അവന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വിനോദ് കുമാറാണ്. അതായത് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ജയിൽ വകുപ്പിലെ സൂപ്പർ DGP എന്നാണ്. സൂപ്പർ DGP എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ജയിൽ വകുപ്പിൽ കാണിച്ചു കൂട്ടാത്ത, നമ്മുടെ ഇതിൽ പറഞ്ഞാൽ ഒരു വൃത്തികേടുമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലും വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേയിലേക്കും ഈ അഴിമതി പണം വന്നിട്ടുണ്ട്. പാർട്ടിയുടെ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും P ശശിയുടെയും ആശ്രിത വത്സനാണ് ഇദ്ദേഹം. പക്ഷേ മനോജ് കുമാർ, ഒരു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെ എതിർക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചതിന് ശേഷമാണ് FIR ഇട്ടത്. അറിയാമല്ലോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ FIR ഇടണമെങ്കിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. അങ്ങനെ മനോജ് എബ്രഹാം പ്രോസിക്യൂഷൻ സാങ്ഷൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെതിരെ FIR ഇട്ടത്. അല്ലെങ്കിൽ നമ്മുടെ ADGP അജിത് കുമാറിന് സംഭവിച്ചതുപോലെ, അജിത് കുമാർ ഹൈക്കോടതിയിൽ പോയതുപോലെ ഇദ്ദേഹം ഈസിയായിട്ട് ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി ആ കേസ് ഇദ്ദേഹത്തിന് അനുകൂലമാക്കും. പക്ഷേ ഇതിലിപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം ഇനി എത്രത്തോളം മുന്നോട്ട് പോകും, എത്രത്തോളം കാര്യക്ഷമമാകും എന്നുള്ളത്, അതായത് ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശാലമായ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ നിരവധിയായ അഴിമതികൾ, ജയിൽ വകുപ്പിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുൾപ്പെടെ, ജയിൽ വകുപ്പിൽ തേങ്ങയും ഇറച്ചിയും വാങ്ങിക്കുന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ പുറത്തു വരും. അത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ, എൻ്റെ കയ്യിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ജയിൽ വകുപ്പിൽ നിന്നും കൊടുക്കുന്ന കപ്പ, അവിടെ ഉണ്ടാക്കി അവിടെ പുറത്ത് വിൽക്കുന്ന കപ്പ 20 രൂപയ്ക്ക് പുറത്ത് വിൽക്കുകയും
അവിടത്തേക്ക് ആവശ്യമുള്ള കപ്പ 25 രൂപയ്ക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യുന്ന ഒരു നടപടി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ചിക്കൻ 110 രൂപ റേറ്റുള്ള കാലഘട്ടത്തിൽ 120 രൂപയ്ക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ പച്ചക്കറികൾ പുറത്ത് വിൽക്കുന്നത് നിസ്സാര പൈസയ്ക്കും അവിടത്തേക്കുള്ള പച്ചക്കറിയും മറ്റ് സാധനങ്ങളും അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിക്കുന്നത് വില കൂടിയ വിലയ്ക്കുമാണ്. ഒരു ബില്ലും GST ഇല്ലാത്ത ബില്ലുകളാണ്. ഇതെല്ലാം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റിൻ്റെ പല വകുപ്പുകളും അന്വേഷിച്ചിട്ട് പലതിലും ക്രമക്കേടുണ്ട്, കുറ്റകരമായ അനാസ്ഥയുണ്ട്, സാമ്പത്തിക അഴിമതിയുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതിനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്ത് മറ്റുദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും കൂടെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിലോ ഒരു വാഴ ഇല വാങ്ങണമെങ്കിലോ വിനോദ് കുമാറിൻ്റെ അനുവാദമില്ലാതെ ജയിലിൽ നടക്കില്ല. വിനോദ് കുമാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബൽറാം കുമാർ ഉപാധ്യായയുടെ മുകളിലുള്ള ഒരു DIG ആയിരിക്കും. ഇദ്ദേഹത്തിനെതിരെ ഉള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്, ഒരുപാട് പരാതികൾ മുഖ്യമന്ത്രിക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. വരും കാലങ്ങളിൽ നിരവധി പരാതികളുമായി നിരവധി പൊതുപ്രവർത്തകർ രംഗത്ത് വരും. ഓൾറെഡി വിജിലൻസ് കേസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇദ്ദേഹത്തിനെതിരെ 6 മാസം മുന്നേ കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും ഇദ്ദേഹത്തിൻ്റെ സർവീസും എനിക്ക് നല്ലതുപോലെ അറിയാം എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഞാൻ ഉറച്ചു തന്നെയാണ്, ബോധ്യത്തോടു കൂടി തന്നെയാണ്, ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ വരുന്ന എന്ത് നടപടിക്കും ഞാനത് നേരിടാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ തയ്യാറാണ്. എന്തായാലും ഈ ഒരു കൈക്കൂലി സംഭവം വിജിലൻസ് കേസെടുത്തിരിക്കുന്നു. ഇതൊരു പുതുമയുള്ളൊരു സംഭവമേ അല്ല എന്ന് വ്യക്തമാവുകയാണ്. അതെ, തീർച്ചയായിട്ടും പുതുമയുള്ള സംഭവമല്ല. പക്ഷേ ഇദ്ദേഹം ഇത് തലേ ദിവസം അറിഞ്ഞു. വിജിലൻസ് FIR ഇടുന്നതിൻ്റെ തലേ ദിവസം മുതൽ ഇദ്ദേഹം ലീവാണ്. വിജിലൻസ് FIR ഇടുന്നത് 17-ാം തീയതിയാണ്. 16-ാം തീയതി ആണെങ്കിൽ ഇദ്ദേഹം 15-ാം തീയതി മുതൽ ഇദ്ദേഹം ലീവാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. പിന്നെ സർക്കാർ ഇനി ഒരു താമസിപ്പിക്കേണ്ട കാര്യമില്ല. വിജിലൻസ് FIR ഇട്ട ഒരാളിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പം FIR ഇട്ടിട്ട് 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെയും സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഇതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ വീണ്ടും സർവീസിൽ കയറ്റാമെന്ന സർക്കാരിൻ്റെ വളർത്തുപുത്രനായ ഒരു DIG ആണ് ഇദ്ദേഹം. ജയിലിൽ എല്ലാ സർക്കാർ സ്വാധീനമുള്ള എല്ലാ വ്യക്തികൾക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം സർക്കാരിൻ്റെ വളർത്തുപുത്രനായി അറിയപ്പെടുന്ന ഒരു വിനോദ് കുമാർ എന്ന DIG ആണ്. എന്തായാലും താങ്കൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിയമ നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് എൻ്റെ ഈ റിപ്പോർട്ടുകളെല്ലാം ഈ വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇത്തരം അഴിമതികളും ഈ സർക്കാർ തലത്തിൽ പോലും അഴിമതികൾ കാണിക്കുന്ന വ്യക്തിയാണ്. കൈക്കൂലി മാത്രം വാങ്ങുന്ന വ്യക്തിയല്ല, സർക്കാരിൻ്റെ പണം പോലും നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാണ്. സർക്കാരിന് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയ വ്യക്തിയാണെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് ഇതെല്ലാം വിജിലൻസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ജയിൽ വകുപ്പിന് ഉള്ളിൽ തന്നെ അരിയിലും പച്ചക്കറിയിലും ചിക്കനിലും ഉൾപ്പെടെ വളരെ വലിയ അഴിമതിയാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. ഇതിന് തക്കതായ തെളിവുകളും അദ്ദേഹം നമുക്ക് മുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. സമാനമായ സംഭവങ്ങൾ മുൻപും നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.